അപ്പോ എയർ കണ്ടീഷൻ സൈക്കിളുകൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ആണോ? അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് പ്രസന്റ് ചെയ്യും. ഇതിന്റെ കണ്ടിന്യൂഷൻ വരുന്നത് എന്താ വെച്ചാൽ, ഫസ്റ്റ് എയർ കണ്ടീഷൻ സൈക്കിളില് കൺസെപ്റ്റ് ക്ലിയർ ആക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിൽ വരുന്നത് ടൈപ്സ് ഓഫ് എ സി ആണ്. ടൈപ്സ് ഓഫ് എ സി ആണ് നമ്മളിപ്പോ കാണുന്ന കുറെ എ സി. ഏറ്റവും കൂടുതൽ കാണുന്നത് സ്പ്ലിറ്റ് യൂണിറ്റ് ആണ് അല്ലെ. വിൻഡോ എ സി ഉണ്ടാവും. വിൻഡോ എ സി കഴിഞ്ഞാൽ വിൻഡോ സ്പ്ലിറ്റിന് തന്നെ പിന്നെ കുറെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതായത് മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറയും. മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഇൻഡോറും ഒരു ഔട്ട്ഡോറും. പിന്നെ നെക്സ്റ്റ് സ്റ്റേജിൽ വരുന്നത് VRF ആണ്. VRF നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാകുമ്പോൾ ആ എമൗണ്ട് ഫസ്റ്റ് ഇനീഷ്യൽ എമൗണ്ട് ആണ്. ഇനീഷ്യൽ എമൗണ്ടും റണ്ണിങ് കോസ്റ്റ്. ഇപ്പൊ പലപ്പോഴും നമ്മളോട് സ്റ്റുഡൻസിനോട് അല്ലെങ്കിൽ പുതിയ ഫസ്റ്റ് ആയിട്ട് ഒരു കമ്പനി ഇന്റർവ്യൂ വരുന്ന സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഇതിൽ ഏത് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മിക്കവാറും ആൾക്കാർക്ക് AC മുഴുവൻ അല്ലെങ്കിൽ HVAC മുഴുവൻ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്ന പ്രശ്നം എന്താ വെച്ചാല്, ഇതിൽ ഏതാണ് ക്ലൈന്റിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഡൈക്കിന്റെ സിസ്റ്റത്തിന്റെ കംപ്ലീറ്റ് ക്ലാസിഫിക്കേഷൻ എടുത്തിട്ട് അതിൽ ഓരോ മെഷീന്റെയും റണ്ണിങ് കോസ്റ്റ് എന്താന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം, ഇൻക്ലൂഡിങ് മെയിൻ്റനൻസ്. അപ്പൊ എന്റെ വീട്ടില് ഒരു ബെഡ്റൂമിൽ ഒരു AC വെക്കണം. അപ്പൊ സ്പ്ലിറ്റ് യൂണിറ്റിലോട്ട് മാത്രം ഒരു സാധാരണ സ്പ്ലിറ്റ് യൂണിറ്റ് വെക്കണോ, അതിൽ തന്നെ 3 സ്റ്റാർ വെക്കണോ, 5 സ്റ്റാർ വെക്കണോ, അല്ലെങ്കിൽ ഇൻവെർട്ടർ ടൈപ്പ് വെക്കണോ, നോർമൽ ടൈപ്പ് വെക്കണോ, ഇനി അതല്ലെങ്കിൽ എന്റെ വീട്ടിൽ മൊത്തം ഒരു VRF സിസ്റ്റം വെച്ചിട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സംഭവമാണ്. കാര്യം നമുക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും പിന്നെ അതിൽ റൺ ചെയ്യുമ്പോഴുള്ള കോസ്റ്റ് ഇത് കമ്പാരിസൺ ചെയ്യാതെ ഒരിക്കലും ഏത് മെഷീനാണ് നമുക്ക് പറ്റുക എന്നല്ല പറയാൻ പറ്റും. ഒരു സ്കൂൾ നമ്മളിപ്പോ ചെയ്യുന്ന പ്രോജക്റ്റില്ലേ, സ്കൂൾ പ്രോജക്റ്റില്ലേ, ആ സ്കൂൾ പ്രോജക്റ്റിലൊക്കെ എക്കണോമിക്കലായിട്ട് ഏതാണ് വരിക. അപ്പോ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് കൂടുതലാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് റൺ ചെയ്യുന്ന സമയത്ത് ഒരു 1-2 കൊല്ലം കഴിയുമ്പോൾ ഈ കോസ്റ്റ് മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടും. അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സോളാറിന്റെ ഇൻസ്റ്റലേഷൻ. സോളാറിൽ നിങ്ങൾ ഓൾറെഡി ഓൺ ഗ്രിഡ് ടൈപ്പ് വെക്കുകയാണെങ്കിൽ 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ ആ സോളാറിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുള്ള കറണ്ട് ബില്ലിനനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒരു 6000 രൂപ കറണ്ട് ബില്ല് ഇല്ലാത്ത ഒരാള് 2000 രൂപ 1500 രൂപയ്ക്ക് കറണ്ട് ബില്ലുള്ള ഒരാളുണ്ടെങ്കിൽ അവർ സോളാർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലാഭമല്ല. മനസ്സിലായോ? കാര്യം എന്താ, ഇതിനും എമൗണ്ട് മുടക്കുന്നത് ആ എമൗണ്ട് തിരിച്ചു കിട്ടണം. അപ്പൊ ഇതിനൊക്കെ ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സൈഡ് നോക്കിയിട്ട് അതിന്റെ എന്താണ് അതിൽ ROI, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എത്ര മുടക്കി എത്ര തിരിച്ചു കിട്ടും, ഇതാണ് നമുക്ക് നോക്കാം. അപ്പൊ ഞാനിത് തുടക്കത്തിലേ പറയാൻ കാര്യം, എയർ കണ്ടീഷൻ സൈക്കിൾ പഠിക്കുമ്പോൾ അതിൽ ഏത് ഭാഗങ്ങളൊക്കെയാണ് മോഡിഫിക്കേഷൻ ചെയ്യുന്നതെന്നും അതിനനുസരിച്ച് എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്. ഇപ്പൊ നമ്മൾ സൈറ്റ് വിസിറ്റ് ചെയ്ത എത്ര ആൾക്കാരുടെ ഇതിൽ സൈറ്റ് വിസിറ്റ് ഒരാൾ അവിടെ നിങ്ങൾ പിന്നെ മാളിന്റെ മുകളിൽ 2 ടൈപ്പ് ചില്ലർ കണ്ടു. ഒന്ന് എയർ കൂൾഡ് ചില്ലറും കണ്ടു, ഒന്ന് വാട്ടർ കൂൾഡ് ചില്ലറും. ആ വീഡിയോയിൽ ഫോട്ടോസിലൊക്കെ കാണുന്നു എന്തൊക്കെ സാധനങ്ങൾ. അപ്പൊ എന്തുകൊണ്ട് അവിടെ എയർ കൂൾഡ് ചില്ലർ വെക്കുന്നു, എന്തുകൊണ്ട് അവിടെ വാട്ടർ കൂൾഡ് ചില്ലർ വെക്കുന്നു, അതിന്റെ രണ്ടിന്റെയും കോസ്റ്റ് എത്രയാണ്. അങ്ങനെയാണ് ഈ 2 സാധനം വെക്കുന്നതിൽ ഏതിനാണ് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ, അതായത് ഏത് മെഷീൻ വെക്കുമ്പോഴാണ് റണ്ണിങ് കേസിൽ പ്രോഫിറ്റബിലിറ്റി കൂടുതൽ. അപ്പൊ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് തിരിച്ചു കിട്ടാൻ ടൈം. മനസ്സിലായി? ഇപ്പൊ നമ്മൾ എയർ കണ്ടീഷൻ സൈക്കിൾ പഠിക്കുമ്പോൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം, ഇതിലുള്ള കമ്പോണൻസ് എന്താണ്. കമ്പോണൻസ് എന്തൊക്കെയാണ്? 2C 2D. എന്താണ് 2C? കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപറേറ്റർ. ഞാൻ അങ്ങനെ ഓർഡർ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഫസ്റ്റ് വൺ കംപ്രസർ അല്ലേ, സെക്കൻഡ് വൺ കണ്ടൻസർ, തേർഡ് വൺ എക്സ്പാൻഷൻ വാൽവ്, എക്സ് വാൽവ് എഴുതി, ഫോർത്ത് വൺ ഇവാപറേറ്റർ അല്ലേ. ഇതിന് ഞാൻ എഴുതാൻ പോകുന്നത്
ഓരോ കമ്പോണൻസിനും ഓരോ പാർട്ട് വെക്കുക. ഇപ്പൊ ഫസ്റ്റ് കംപ്രസർ ഇവിടെ കാണിച്ചു, ഫസ്റ്റ് സി കാണിച്ചു. കംപ്രസർ കാണിക്കുന്ന സമയത്ത് കംപ്രസറിലെ റൈറ്റ് പാർട്ട് അല്ലെങ്കിൽ കംപ്രസറിന് ഔട്ട് ചെയ്യുന്ന ഔട്ട്ലെറ്റിൽ പോകുന്ന സാധനം എന്തായിരിക്കും? കംപ്രസറിന്റെ ഔട്ടിൽ പോകുന്ന സാധനങ്ങൾ എന്തായിരിക്കും? ഇന്നിൽ വരുന്ന സാധനങ്ങൾ എന്തായിരിക്കും? ഫിസിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ട് പറയാം. കംപ്രസറിൽ വരുന്നത് ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? ഗ്യാസ് ആണ്. കംപ്രസറിൽ ഇന്നിൽ വരുന്നത് ലോ പ്രഷർ ആണോ ഹൈ പ്രഷർ ആണോ? ഇൻലെറ്റ് ലോ പ്രഷർ, ഔട്ട്ലെറ്റിലോ ഹൈ പ്രഷർ. അപ്പൊ കംപ്രസറിന് എപ്പോഴും മുന്നിലോട്ട് പോകുന്ന ഭാഗം ഹൈ പ്രഷർ ആയിരിക്കും അല്ലെ? ഹൈ പ്രഷർ ആണ്. ആ ഹൈ പ്രഷർ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? ഹൈ പ്രഷർ ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? കംപ്രസറിന്റെ ഔട്ടിൽ വരുന്നത് ലിക്വിഡ് ആണോ ഗ്യാസ് ആണോ? സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. പെയിന്റിങ് ചെയ്യുന്ന സംഭവമില്ലേ, ആ പെയിന്റിൽ നിന്ന് കംപ്രസറിന് വരുന്ന സാധനം എന്താ? പെയിന്റ് ലിക്വിഡ് ആണ്, പക്ഷെ അതിനെ പ്രഷറൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം ഗ്യാസ് ആണ്. ഞാനൊരു ബോട്ടിൽ എടുത്തിട്ട് ആ ബോട്ടിലിൽ ഇവിടെ ശക്തമായിട്ട് ഊതി കഴിഞ്ഞാൽ ഈ വെള്ളം എന്ത് ചെയ്യും? സ്പ്രേ രൂപത്തിൽ വരും. അതിനനുസരിച്ച് അതിന്റെ ചെറിയൊരു കാപ്പിലാരിറ്റി ചെക്ക് ചെയ്യണം. അപ്പൊ ആ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്പ്രേ ആയിട്ട് വരും. അപ്പൊ ഈ പ്രഷർ ചെയ്ത് കൊടുക്കുന്ന എയർ ആണ്, ഉള്ളിലുള്ള എന്താ? ലിക്വിഡ് ആണ്. കാർ വാഷ് ചെയ്യുമ്പോൾ സോപ്പ് അടിക്കുന്നുണ്ടില്ലേ? അപ്പൊ അതുപോലത്തെ രീതിയിലൊക്കെ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ഹൈ പ്രഷർ ആണെന്ന് ഉറപ്പാണല്ലോ അല്ലെ? ഗ്യാസ് ആണെന്ന് ഉറപ്പാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഞാൻ അടുത്ത കമ്പൗണ്ട്സിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിന്റെ പുറകില് അല്ലെങ്കിൽ മുന്നിലോ പുറകിലോ എവിടെയാണ് വെച്ചാൽ ഞാനൊരു ഫാൻ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഫാൻ ഫിക്സ് ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ഗ്യാസ് തന്നെയാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അതിലൂടെ ഇവിടെ ഞാൻ ചെയ്യുന്ന പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സിന്റെ പേര് കണ്ടൻസർ എന്നാണ്. കണ്ടൻസറിന്റെ പ്രത്യേകത എന്താ? ഗ്യാസിനെ ലിക്വിഡ് ആക്കുക, അതല്ലേ കണ്ടൻസർ ചെയ്യുന്നത്. അപ്പോ ഈ HPG എന്ന് പറയുന്ന സാധനം ഇവിടെ എത്തുമ്പോൾ എന്താവും? ഗ്യാസിന് പോലെ എന്താവും? ലിക്വിഡ് ആവും. അപ്പൊ സെയിം ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് ഹൈ പ്രഷർ ലിക്വിഡ് ആണ്. കണ്ടൻസേഷൻ എന്ന് എന്താണ്? സ്റ്റീം ലെവലിലുള്ള സാധനം അല്ലെങ്കിൽ ഗ്യാസ് രൂപത്തിലുള്ള സാധനത്തിനെ ഞാനത് ലിക്വിഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് നമ്മൾ സാധാരണ ചൂടുള്ള ചോറിന്റെ മുകളിൽ പ്ലേറ്റ് അല്ലെങ്കിൽ തട്ട് വെച്ച് കഴിഞ്ഞാൽ ആ തട്ടിൽ എന്തൊരു വാട്ടർ വരും. ആ വാട്ടർ എന്താണ്? ഈ ചോറിലുള്ള സ്റ്റീം തന്നെയാണ്. മനസ്സിലായി? അപ്പൊ അത് ടച്ച് ചെയ്ത് കഴിയുമ്പോ ആ പാത്രം ഇല്ലേ, ആ പാത്രത്തിന്റെ മുകൾ വശത്ത് കൂളാണ്, താഴെ ഓൾറെഡി ഹീറ്റാണ്. മുകൾ വശത്ത് കൂളാവുമ്പോ ഈ വരുന്ന ആവിയെ അത് കൂളി കിട്ടും. അപ്പൊ ശരിക്കും ആ പ്ലേറ്റ് വെക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് എവിടുന്നാണോ ചെറുതായിട്ട് തണുപ്പ് കിട്ടുക, ആ തണുപ്പിന്റെ ബലത്തില് ഈ ആവി വാട്ടർ ഡ്രോപ്സ് ആയി വരും. ഇനി അത് കൂടാതെ അതിന്റെ ഉള്ളിൽ തന്നെ ഹീറ്റ് കുറഞ്ഞു വരൂലേ? അപ്പൊ ഓട്ടോമാറ്റിക്കായി ആ ഡ്രോപ്പ് ഇങ്ങനെ വരാൻ തുടങ്ങും. അങ്ങനെ ഡ്രോപ്പ് വരുന്ന പ്രോസസ്സിനാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കണ്ടൻസേഷനും ഇവാപറേഷനും. വെള്ളം ചൂടാക്കി അത് ആവിയായി മാറുമ്പോൾ ഇവാപറേഷൻ, അതേ ആവി തിരിച്ച് വെള്ളമായി മാറുമ്പോൾ കണ്ടൻസേഷൻ. ഈ രണ്ട് പ്രോസസ്സ് റിവേഴ്സ് ആണ്. ആ സ്റ്റേജിൽ എന്തില്ല? ΔT 0 അല്ലെ? അതല്ല കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഗ്രാഫ് പഠിച്ചത്. ഇതുപോലെ തന്നെ മെൽറ്റിങ്ങും ഫ്രീസിങ്ങും. ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആവുന്നു, അതിന് നേരെ ഓപ്പോസിറ്റ് ഫ്രീസിങ്, വാട്ടർ ഐസ് ആവുന്നു. ആ സ്റ്റേജിൽ എന്തില്ല? ΔT 0 അല്ലെ? അപ്പോ ഇവിടെ ഈ ഒരു പ്രോസസ്സിന് ഹൈ പ്രഷർ ലിക്വിഡ് വന്നു അല്ലെ? ഈ ലിക്വിഡിനെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അവിടെ ഒരു എക്യുപ്മെന്റ്സ് വെക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ എക്യുപ്മെന്റ്സിന്റെ പേരെന്താ? എക്സ്പാൻഷൻ വാൽവ്. അതിനെ നോട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കോഴ്സിലാണ് എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവിന്റെ വർക്ക് എങ്ങനെയെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ സിമ്പിൾ ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി കൈ ഇങ്ങനെ വെക്കുക, ഓക്കെ? എന്നിട്ട് ഇങ്ങനെ നോക്കി നോക്കിയേ, തണുപ്പാടെ ചൂടാണ്? തണുപ്പ്. അങ്ങനെ നോക്കി, ഈ രണ്ട് സാധനം വരുന്ന എവിടുന്ന?
വായന അല്ലെങ്കിൽ ലെൻസ് അല്ലെങ്കിൽ വയർ. എവിടെ നിന്നല്ലേ? ഈ രണ്ട് സാധനം എന്താണ്? എയർ ആണ്. രണ്ടിന്റെയും ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു ആയിട്ട് ഇല്ല. പിന്നെ എങ്ങനെ ചൂടും തണുപ്പും വരുന്നത്? ആ പറയും. ലിപ്പിന്റെ ഡിസ്റ്റൻസ് കുറച്ച്, അതായത് വളരെ നാരോ ആക്കി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. ബ്രോഡായിട്ട് അല്ലെങ്കിൽ വലുതാക്കി പിടിച്ചു കഴിഞ്ഞാൽ ചൂട് ഫീൽ ചെയ്യും. ഉള്ളിലുള്ള ചൂട് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഹീറ്റ് ഫീൽ ചെയ്യും. ഉള്ളിൽ ചൂടാണെങ്കിൽ പോലും അതിന് വോളിയം അല്ലെങ്കിൽ ചെറിയൊരു ഹോളിനുള്ള കൂടെ പാസ് ചെയ്യുമ്പോൾ അതിനെ കൂളിംഗ് ഫീൽ ചെയ്യും. ഇതേ സാധനമാണ് ഫയർ ഫിഷിംഗ്, സ്പ്രിംഗ്ലർ ഓപ്പറേഷൻ, മിസ്റ്റ് ഫോർമേഷൻ, അതുപോലെ തന്നെ വാട്ടർ സ്പ്രേ കൂളിംഗ് ചെയ്യുന്നത്, ഹീറ്റിനെ റിമൂവ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ പ്രോസസ്സുകളാണ്. അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കുന്ന ഒരു പ്രത്യേകത വെച്ചാല് ഇതിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന സാധനം എന്താണ്? റെഫ്രിജറേറ്റർ. റെഫ്രിജറേറ്റർ പ്രത്യേകത എന്താ വെച്ചാല് വളരെ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യും, വളരെ പെട്ടെന്ന് കണ്ടൻസ് ചെയ്യും, വളരെ പെട്ടെന്ന് കംപ്രസ് ആവും. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടീസ് ഈ റെഫ്രിജറൻസിന് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞത് ഹൈ പ്രഷർ ആണല്ലോ, അപ്പൊ ഇത്ര വലിയൊരു വോളിയത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് എന്ത് പ്രഷറാവും? ലോ പ്രഷർ. മനസ്സിലായോ? ആ ലോ പ്രഷർ ലിക്വിഡ് എന്ന് പറഞ്ഞിട്ട് ഗ്യാസ് ആവണില്ല. ഗ്യാസ് ആവണമെങ്കിൽ എന്താവണം? ഹീറ്റ് ആവണം. ഇവിടെ ഹീറ്റ് ആവുന്നുണ്ടോ? ഇല്ല, തണുപ്പിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഹൈ പ്രഷർ ലിക്വിഡിനെ എന്താക്കും? ലോ പ്രഷർ ലിക്വിഡ്. ഇതിനൊന്നും കൂടി നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ളത്, പെർഫ്യൂം എടുക്കുക, ബോഡി സ്പ്രേ എടുക്കുക, കൊളോൺ എടുക്കുക. അപ്പൊ ബോഡി സ്പ്രേ കൊളോൺ എടുക്കുന്ന സമയത്ത് ഏതിനാണ് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്യാൻ? ബോഡി സ്പ്രേ. കാര്യം എന്താണ്? ഓൾറെഡി പ്രഷറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനെ കംപ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു ഹോളിലൂടെ പുറത്തു വിടുമ്പോൾ നല്ല കൂളിംഗ് ഫീൽ ചെയ്യില്ലേ? പെർഫ്യൂം സാധാരണ കൊളോണിനെക്കാളും കൂടുതൽ കൂളിംഗ് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അത് ലോ പ്രഷർ ലിക്വിഡാണ്. മനസ്സിലായോ? ആ ലോ പ്രഷർ ലിക്വിഡിനെ ഞാനൊരു ചെറിയൊരു ട്യൂബിന്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാം. ഓക്കെ അല്ലേ? ആ ട്യൂബിന്റെ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൽ ലിക്വിഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ലിക്വിഡ് ഏകദേശം ഇവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഫാൻ വെച്ചിട്ട് ഇവിടെ ഒരു ഫാൻ വെച്ചിട്ട് സപ്ലൈ ചെയ്യാം. ഫാന്റെ എയർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതിൽ ആദ്യം ലിക്വിഡ് ഉണ്ടായ സംഭവം അല്ലെ? ആ ലിക്വിഡ് ഇപ്പൊ ഈ റൂമിന്റെ ഉള്ളിൽ ഇപ്പൊ 30 ഡിഗ്രിയാന്ന് വിചാരിച്ചു. ലിക്വിഡ് ഓൾറെഡി വളരെ ലോ പ്രഷർ ടെമ്പറേച്ചറിലാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞാല് 12ലോ 6ലോ അങ്ങനെയുള്ള വളരെ ലോ ടെമ്പറേച്ചർ. അപ്പൊ ഇത് ഓൾറെഡി ലിക്വിഡ് ഫോമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ പുറത്ത് ഉള്ള ഹീറ്റ്, ടെമ്പറേച്ചർ ആവാം, ലേറ്റന്റ് ഹീറ്റ് ആവാം, സെൻസിബിൾ ഹീറ്റ് ആവാം, എന്തായാലും ആ ഹീറ്റിന് എന്ത് ചെയ്യും? ഈ ലിക്വിഡ് അങ്ങ് അബ്സോർബ് ചെയ്യും. അതല്ലേ ശരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അതായത് തണുപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹീറ്റ് അബ്സോർബ് ചെയ്യുക അല്ലെ? ആ ഹീറ്റ് ലിക്വിഡ് അബ്സോർബ് ചെയ്ത അതിന്റെ സ്റ്റേജ് എന്തായി മാറും? ഗ്യാസ് ആയി. അപ്പോ ലോ പ്രഷർ ലിക്വിഡിനെ എന്തിലോട്ട് മാറ്റി? ലോ പ്രഷർ ഗ്യാസിലോട്ട് മാറ്റി. അപ്പൊ ലോ പ്രഷർ ഗ്യാസിലോട്ട് മാറ്റുമ്പോൾ ഈ ലോ പ്രഷർ ഗ്യാസിന് പിന്നെ ഹൈ പ്രഷർ ആവും. ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൂടി. ഇതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ വെക്കാണ്ട്, ഡ്രയർ പോലുള്ള സാധനങ്ങൾ വെക്കാണ്ട്, അതുപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി എക്കണോമിക്കൽ ആക്കാൻ വേണ്ടി കുറെ ഓപ്ഷൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനിത് വളരെ ബേസിക് ആയിട്ടുള്ള പാർട്ട് മാത്രമേ പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ 2 ലൈന് വരച്ചാൽ ഈ ഡയഗ്രത്തിന് എനിക്ക് ഹൈ പ്രഷറും ആക്കാം, ലോ പ്രഷറും ആക്കാം. ഒരു ലൈന് വരച്ചാൽ, വേറൊരു ലൈന് വരച്ചാൽ ഇതിനേക്ക് ഗ്യാസ് സ്റ്റേജിന്റെ സിസ്റ്റംസും ആക്കാം, ലിക്വിഡ് സ്റ്റേജിന്റെ സിസ്റ്റംസും ആക്കാം. എവിടെ കൂടെ ലൈന് വരക്കണം എന്നുള്ളത് പറയാം. എങ്ങനെ വരക്കാം? ഹൊറിസോണ്ടലി കട്ട് ചെയ്യാം, പിന്നെ വെർട്ടിക്കലി കട്ട് ചെയ്യാം. അപ്പൊ ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? ഹൊറിസോണ്ടലി കട്ട് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടലി ശരിക്കും സെന്റർ കൂടെ അല്ല പോവാ, ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്? ഈ സൈഡില് ലിക്വിഡ് ആണ് അല്ലെ? ഈ സൈഡില് ഗ്യാസ്. ഇനി ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴോ ഇതും സെന്റർ കൂടെ ശരിക്ക് വരില്ല. എന്നാലും ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴോ ഹൈ പ്രഷർ ലോ. ഇതല്ലേ പണ്ട് ബിടെക്കിനെ പഠിച്ചു അല്ലേ? സൈക്കിൾ മനസ്സിലായി. കാരണം ഇത് മനസ്സിലാവാതെ അടുത്ത സിസ്റ്റത്തിലോട്ട് പോകും. ക്ലിയർ ആണ്? അപ്പോ ഇതില് ഒരു കണ്ടീഷൻ,
ഇതിലൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് സാഹിത്യകാരന്മാര് പറയുന്ന ഒരു സംഭവമാണ്. എന്താണ്? വെളിച്ചം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഇരുട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? അപ്പൊ എഞ്ചിനീയർ ചോദിക്കുന്ന ചോദ്യം, തണുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ, ചൂട് എന്ന് പറയുന്ന സാധനം? ഇതിൽ ഏതാണ് റിയൽ? എല്ലാം മായയാണ് പറയുന്നത്. പക്ഷെ ഒരു സാധനം യഥാർത്ഥമാണ്. ആ സാധനം ഉണ്ടോ? വെളിച്ചം യഥാർത്ഥമാണ്. അപ്പൊ വെളിച്ചത്തിനെ റിമൂവ് ചെയ്ത ഇരുട്ട്. അപ്പൊ അന്ധകാരം എന്ന് പറയുന്ന സാധനമില്ല. മനസ്സിലായോ? വെളിച്ചം എവിടെ ഉണ്ട് അത് വെളിച്ചം, വെളിച്ചം എവിടെ ഇല്ല അത് ഇരുട്ട്. അതുപോലെ തന്നെയാണ് കൂളിംഗ് എന്ന് പറയുന്ന സാധനം. അതായത് എവിടെയാണോ ഹീറ്റ് ഇല്ലാത്തത് അത് കൂൾ, എവിടെയാണോ ഹീറ്റ് ഉള്ളത് അത് ഹീറ്റ്. മനസ്സിലായോ? അപ്പൊ നമുക്ക് കൂളിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ല. നിങ്ങൾ എപ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹീറ്റ് ഗെയിൻ, ഹീറ്റ് റിജക്റ്റഡ് അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്. ഇതല്ലേ പഠിക്കുന്നത്? എവിടെയെങ്കിലും നിങ്ങൾ കൂൾ സപ്ലൈ എന്ന് പറയുന്നുണ്ടോ, കൂൾ റിമൂവ് എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ടെക്നിക്കലി ആ വാക്ക് എന്താണ്? ഹീറ്റ് റിമൂവ്ഡ്, ഹീറ്റ് ഗെയിൻ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ്, ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ ഈ പ്രോസസ്സിലൊക്കെ നമ്മൾ അങ്ങനെ പറയാൻ പാടുള്ളൂ. ശരി. അതുകൊണ്ട് തന്നെ ഇവിടെ കൂളിംഗ് കൊടുക്കുക എന്നല്ല, ഹീറ്റ് അബ്സോർബ് ചെയ്യുക. ഇവിടെ എന്താണ്? പുറത്തോട്ട് ഹീറ്റ് കൊടുക്കല്ലേ, അപ്പൊ ഹീറ്റ് റിജക്റ്റഡ് എന്നാണ്. എനർജീന്റെ ഫോമിൽ അബ്സോർബ് ചെയ്തോ റിജക്ട് ചെയ്തു. എങ്ങനെയായാലും എനർജി കൺസർവേഷൻ നോക്കുമ്പോൾ ഇവിടെ നിർത്തുന്നു, ഇവിടെ കൊടുക്കും, അങ്ങനെ തന്നെ ഉള്ളൂ അല്ലെ? അപ്പൊ ഈ സൈക്കിളില് നിങ്ങൾ ഇതുപോലെ കാണാതെ എഴുതി വെക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് ഫേസി നിങ്ങളോട് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന സമയത്ത് വളരെ ബേസിക് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നിന്ന് പിന്നെ ഞാൻ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചില്ലർ വരെ. മനസ്സിലായോ? അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോയിങ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന്